ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയോട് അമ്മ ഇനി പ്രശ്നത്തിനൊന്നും പോവണ്ടെന്ന് പറഞ്ഞു. പക്ഷേ തൻ്റെ കുടുംബം അല്ലെങ്കിൽ തൻ്റെ അമ്മയുടെ ജീവിതം പിച്ചി ചീന്തിയവനെ വെറുതെ വിടില്ല എന്ന് തന്നെ ഉറപ്പിച്ച് തീരുമാനിച്ചുകൊണ്ട് ജാനകി ഇങ്ങനെ അമ്മയോട് പറയുക. അങ്ങനെ അഭിയാണെങ്കിൽ അന്നേരം അമ്മയോടുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. അവിടെ കേസ് കൊടുത്തിരിക്കുന്നത് ജാനകി അമ്മയുടെ മോളാണ് എന്നുള്ള പേരിലല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അമ്മയും മോളും കൂടി ഇരുന്ന് പറയുന്നത് പോലെ തന്നെ അബിയും അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. അബി അന്നേരം അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അബി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മോളൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഈ സമയം ഇങ്ങനെയുള്ള സംസാരവും കാര്യങ്ങളൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ വഴക്ക് പറയുക മോളെ. അപ്പോഴത്തേക്കും ജാനകി ഇങ്ങനെ ഭയങ്കര നിരാശയോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സക്കീർ ഭായി പുറത്തിങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ അബി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. സക്കീർ ഭായി ആണെങ്കിൽ സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സക്കീർ ഭായി എപ്പോഴാണ് വന്നത്? ഞാൻ അമ്മയോട് കേസിനെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സക്കീർ ഭായിക്ക് ഭയങ്കര ടെൻഷൻ. എന്തു പറ്റി സക്കീർ ഭായി? എന്താ ഒരു വിഷമം പോലെയെന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് വിഷയമുണ്ട് അബി എന്ന് സക്കീർ ഭായി പറയാം. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു. CI സേനൻ ആത്മഹത്യ ചെയ്ത നിലയിൽ ഒരു ഗോഡൗണിൽ തൂങ്ങി നിൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ അബി നടുങ്ങി. അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് അയാൾ ആത്മഹത്യ ചെയ്തെന്നോ? എന്തിനു വേണ്ടി? സക്കീർ ഭായി എന്തൊക്കെയാണ് പറയുന്നതെന്ന് അബി അന്നേരം ചോദിച്ചു. ഇല്ല, ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യില്ല. ഇതാരോ അയാളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് പൊതുവായ സംസാരം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രശ്നമെന്നാണ് സക്കീർ ഭായി പറയുന്നത്? ഒന്നാമത്തെ സംഗതി, നമ്മൾ തമ്പിയോടൊരു വെല്ലുവിളിയൊക്കെ നടത്തിയിരുന്നില്ലേ എന്ന് സക്കീർ ഭായി ചോദിക്കുക. തമ്പിയും സേനനും ചേർന്നാണ് ജാനകിയെ അപായപ്പെടുത്തിയതെന്ന് അബി തുറന്നടിച്ചല്ലേ ചോദിക്കുമ്പം എന്താ അത് സത്യമല്ലേ സക്കീർ ഭായി എന്ന് അബി ചോദിച്ചു. അതിൻ്റെ കണക്കൊക്കെ ഞാൻ തീർക്കാൻ വെച്ചതാ, അതിലൊരുത്തനാണ് ഇപ്പോൾ പോയതെന്നൊക്കെ അബി ഇങ്ങനെ പറയുന്നു. അത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷൻ സക്കീർ ഭായിക്ക്. എനിക്കതിന് കഴിയാതെ പോയി എന്നുള്ളൊരു നിരാശ മാത്രമേ എനിക്കുള്ളൂ. ഇവനൊന്നും ജീവിക്കാൻ പോലും അർഹതയുള്ളവനല്ല. മാധവ വാര്യരുടെ മരണത്തിന് തന്നെ പ്രധാനപ്പെട്ട കാരണക്കാരനെന്ന് പറയുന്നത് ഈ സേനൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ആ മനുഷ്യനെ അയാൾ കൊന്നു കെട്ടി തൂക്കിയതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ സേനനെ ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ ഒരു ശിക്ഷ എൻ്റെ ഊഹങ്ങൾ ഇപ്പോൾ ശരി വെച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ തമ്പിക്ക് അബിയുടെ പേര് പറയാം. അയാൾ വിശ്വസിക്കുന്നത് അബിയാണ് ചെയ്തത് എന്നാണെന്നൊക്കെ പറയുമ്പോൾ അയാൾ അങ്ങനെ കരുതിക്കോട്ടെ, എനിക്കതിലൊരു പ്രശ്നമില്ല എന്ന് നമ്മുടെ അബി അന്നേരം പറഞ്ഞു. പക്ഷേ അത് അയാളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ എന്ന്. ഞാൻ സേനനെ കൊന്നു എന്ന് തമ്പി പറയണമെങ്കിൽ അതിനൊരു മോട്ടീവ് വേണ്ടേന്ന് ചോദിച്ചു. പിന്നെ അയാൾ പറയോ ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് സേനനോ അയാളോ ആണെന്ന് പറയോ? അങ്ങനെ ഒരു കുരുക്ക് തമ്പിക്കുണ്ട് എന്ന് സക്കീർ ഭായി പറയുമ്പോൾ ചെയ്യാത്ത തെറ്റിന് ഞാൻ ആരെ പേടിക്കണമെന്ന് അബി ചോദിച്ചു. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി എന്ന് സക്കീർ ഭായി പറയാം. അബിയോട് ഞാനത് പറയാതിരുന്നതാണെന്ന് പറഞ്ഞു. അമലിൻ്റെ ആവശ്യപ്രകാരം സേനനെ ഞങ്ങൾ ആ ഗോഡൗണിൽ വിളിച്ചു വരുത്തിയതായിരുന്നെന്നും പിന്നെ ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ സക്കീർ ഭായി പറയുക. സൂര്യ സാറിൻ്റെ സ്വരത്തിൽ ഞാനും സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. അബിക്ക് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. സേനൻ ശരിക്കും വിരണ്ടു. അപ്പോൾ അയാളിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ അവളെ ഉപേക്ഷിച്ചിട്ട് പോവുക ചെയ്തതെന്ന് നമ്മുടെ സക്കീർ ഭായി പറയുക. ആ സ്ഥലത്ത് വെച്ചാണ് സേനൻ തൂങ്ങി മരിച്ചത് കണ്ടതെന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അബിക്ക് വീണ്ടും ഭയങ്കര ഒരു വെപ്രാളവും ടെൻഷനും ഒക്കെ കൂടി വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൂടാതെ ആരോ അവിടെ ഉണ്ടായിരുന്നു എന്ന് അബി പറയുക. സേനനെ ലക്ഷ്യം വെച്ച് വന്ന ഒരാളായിരുന്നു അതെന്നും അല്ലെങ്കിൽ നിങ്ങളെ കുടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അമലിനെയും കുരുക്കാൻ എന്തിന് സേനനെ കൊലപ്പെടുത്തണമെന്ന് സക്കീർ ഭായി ചോദിക്കുക. അതിന് മാത്രം ഒരു ശത്രുവൊന്നുമില്ല. ഇനി ഭയം കൊണ്ട് സേനൻ ജീവിതം അവസാനിപ്പിച്ചതാണോ എന്ന് പോലും ഒരു സംശയം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ചിന്ത അത് സക്കീർ ഭായിക്ക് വേണ്ടാന്ന് പറഞ്ഞു. സേനനെ കൊന്ന് കെട്ടി തൂക്കിയത് തന്നെയാണെന്നും പറഞ്ഞു. നിങ്ങളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കളി മാറുമെന്നും പറയുമ്പോൾ അതിനൊരു സാധ്യത അവിടെ ഇല്ല. കരുതലോടെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചതും അവിടെ പോയതും ചെയ്തതും ഒക്കെ. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ മരണകാരണമൊക്കെ അറിയാമെന്നും സക്കീർ ഭായി പറയാം. അടി കിട്ടിയ പാടുകളൊക്കെ ഉള്ള നിലയ്ക്ക് കൊലപാതകമായിട്ട് ചിത്രീകരിക്കാവുന്നതേ ഉള്ളൂ എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഭായിയോട് നമ്മുടെ അബി. അപ്പോൾ സക്കീർ ഭായി ഒന്ന് മനസ്സിലാക്കണം, സേനനോട് ശത്രുതയുള്ള വേറെ ആരോ ഉണ്ടായിരുന്നു. ഇയാളെ നോക്കി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരും പരിസരത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞങ്ങൾ ആ ഗോഡൗണിൽ കയറിയതെന്ന് സക്കീർ ഭായി അബിയോട് പറയുവാണ്.
പിന്നീടാണ് സേനൻ വന്നത്. ഞങ്ങൾ പുറത്ത് പോയതും ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെയാണെന്നൊക്കെ ഇങ്ങനെ സക്കീർ ഭായി പറയുമ്പോഴും അബിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അവിടെ സേനനല്ലാതെ മറ്റാരുടെയും വണ്ടിയും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കൊലപാതകം തന്നെയാണെന്ന് അബി പറഞ്ഞു. അപ്പോൾ എങ്കിലത് ആര് ചെയ്തു എന്ന് സക്കീർ ഭായി ചോദിക്കുമ്പോൾ പിടിത് കിട്ടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ അഭിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. തമ്പിയെ ഞാൻ ഭീഷണിപ്പെടുത്തുക കൂടെ ചെയ്ത നിലയ്ക്ക് അതൊരു ചോദ്യം തന്നെയാണെന്ന് അഭി പറയാം. ഇതിനകത്ത് നമ്മൾ കുറച്ച് കഷായം കുടിക്കേണ്ടി വരുമെന്നും. ഇതേസമയം പിന്നെ കാണിക്കുന്ന ഇന്ദ്രജ ആട്ടോ. ഇന്ദ്രജ ഫോൺ എടുത്ത് നമ്മുടെ അബിയെ വിളിക്കുക. അപ്പോൾ അബിയുടെ ഫോണിലേക്ക് ഇന്ദ്രജയുടെ കോള് കണ്ടപ്പോൾ ഇവരെന്തിനാ എന്നെ വിളിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അബി ഫോൺ അങ്ങ് എടുത്തു. ഹലോ, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്ക് അഭിറാമിനെ നേരിട്ടൊന്ന് കാണണമല്ലോ, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് ഇന്ദ്രജ അഭിറാമിനോട് പറയുമ്പോൾ അബിയാണെങ്കിൽ നിങ്ങളിപ്പോഴും മനോനില തെറ്റി അനിയനെ കൂട്ടി ഇവിടുന്ന് പോയില്ലെന്ന് ചോദിച്ചു. അവനിപ്പോൾ ജാനകിയുടെ വഴിക്ക് വരുന്നില്ലല്ലോ, ഇനി അവനെ ഞാൻ നേരിട്ടെങ്ങാനും കണ്ട നിങ്ങൾക്ക് അവനെ വന്ന രൂപത്തിൽ കാണാൻ പറ്റിയെന്ന് പോലും വരില്ല എന്ന കാര്യങ്ങൾ അന്നേരം അബി ഈ പുള്ളിക്കാരിയോട് പറഞ്ഞു. അബി ആരാണെന്ന് ഇനിയും ആ വട്ടൻ മനസ്സിലാക്കിയിട്ടില്ല എന്നും. ഇതൊക്കെ കേട്ടപ്പോൾ ഇന്ദ്രജിക്ക് ഭയങ്കര കലിപ്പ്. അത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അഭിറാമെന്ന് ഈ ഇന്ദ്രജ നേരം പറയാം. നകുലനെ സംബന്ധിച്ച് മറന്നു കളയാൻ പറ്റാത്ത ഒരു പാസ്റ്റ് അവനുണ്ടെന്നും പിന്നെ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും പറഞ്ഞു. അവനെ അത് പിന്തുടർന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്നും ജാനകി അതെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ അഭി അന്നേരം പറഞ്ഞു. ജ്വാല സൊല്യൂഷനിൽ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടുള്ള മുടങ്ങിപ്പോയ വിവാഹ നിശ്ചയം വരെയുള്ള കഥകൾ ജാനകി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അഭി പറഞ്ഞു. ഇവളൊന്ന് ഞെട്ടി. എനിക്ക് എൻ്റെ ഭാര്യയെ വിശ്വാസമാണെന്നും അഭി ഇന്ദ്രജോട് പറയുന്നു. ആരെന്ത് വേഷം കെട്ടി വന്നാലും അതെൻ്റെ മുന്നിൽ വേറെ പോവില്ല എന്നും നമ്മുടെ അഭി പറയുമ്പോൾ ഇന്ദ്രജയ്ക്ക് പണിപ്പാളിയെന്ന് മനസ്സിലായി. നിങ്ങൾ നിൽക്കുന്ന പൊസിഷനും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം. എന്തിനാണ് ഇന്ദ്രജ മനോനില തെറ്റിയ ഒരു ചെറുപ്പക്കാരൻ്റെ ചാബല്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ കൂട്ടു നിൽക്കുന്നതെന്ന് അഭിറാം ചോദിക്കുമ്പോൾ ഇന്ദ്രജയ്ക്ക് കൊലുപ്പ ഭയങ്കരമായിട്ട്. സൗത്ത് ഇന്ത്യയിലെ 10 മുൻനിര കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ 5ാം സ്ഥാനത്ത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചു. ഒന്നും അറിയാതെ അല്ല അഭിറാം ഞാൻ ഈ നിൽക്കുന്നതും പറയുന്നതും. നിങ്ങൾ നിങ്ങളുടെ കൂടപ്പിറപ്പിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും അവനെ സ്നേഹിച്ചു പോയി എന്ന് ഇന്ദ്രജ അഭിറാമിനോട് അന്നേരം പറയുന്നു. അഭിറാമിനെ ഒന്ന് നേരിൽ കണ്ട് എനിക്ക് ചില കാര്യങ്ങളൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അബി ഇങ്ങനെ ഇതായിട്ട് നിൽക്കും. നിങ്ങളൊരു സമയം പറഞ്ഞാൽ ഞാൻ വന്ന് കാണാമെന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് മാത്രം പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അബി സമ്മതിച്ചു. അങ്ങനെ അബി അവിടെ എന്താ ആലോചിച്ച് നിൽക്കുമ്പോൾ ഈ പുള്ളിക്കാരി അവിടെ വേറെ എന്തോ കുറുക്ക് വിദ്യയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അമ്മ കഞ്ഞിയായിട്ട് ജാനകിയുടെ അടുത്തേക്ക് വരുമ്പോൾ ജാനകി ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കും. ഇത് കണ്ടപ്പോൾ അമ്മ പേടിച്ചു പോയി. അയ്യോ എൻ്റെ ഈശ്വര, ഇതെന്താ മോളിങ്ങനെ കിടക്കുന്നത്? അപ്പോൾ അമ്മ എന്നെ ഒന്ന് പിടിക്കമ്മയെന്നും പറഞ്ഞു മോള് വിളിച്ചു. അപ്പോൾ ദേ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഞ്ഞു കൊച്ചിനെ പോലെ നമ്മുടെ ജാനകി ഇങ്ങനെ കാണിക്കുമ്പോൾ മോളെ വേണ്ടാന്ന് പറഞ്ഞു. വേണം, എനിക്ക് ഇരിക്കണം അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ അമ്മയ്ക്ക് പേടി. ദേ കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ മോളെ എന്നും പറഞ്ഞ് അമ്മ പറഞ്ഞെങ്കിലും ഞാൻ കുട്ടി തന്നെയാണ്, എൻ്റെ അമ്മയുടെ കുട്ടിയാണ് എനിക്ക് അമ്മയുടെ കുട്ടിയാകണമെന്നൊക്കെ ജാനകി പറഞ്ഞു. എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്കമ്മയെന്നും പറഞ്ഞ് ജാനകി നിർബന്ധം പിടിക്കുന്നു. വേണ്ട മോളെന്ന് അമ്മ ആവർത്തിച്ച് പറഞ്ഞിട്ടും ജാനകി കേൾക്കുന്നില്ല. അഭി പുറത്തേക്ക് പോയല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ അമ്മ എന്നെ ഒന്ന് പിടിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞ് ജാനകി നിർബന്ധിക്കുക. പിന്നെ പതുക്കെ അമ്മ പിടിച്ചെഴുന്നേൽപ്പിച്ച് ജാനകി അവിടെ ഇരുത്തി. ഇപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു ജാനകി. അപ്പോഴത്തേക്കും പിന്നെ അമ്മ കഞ്ഞിയൊക്കെ കോരി കൊടുക്കുന്നു. അങ്ങനത്തെ നമ്മുടെ ജാനകി അമ്മയോട് കഞ്ഞി മേടിച്ച് കുടിക്കുന്നു. എനിക്കിനി അമ്മയെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഇപ്പം കട വീട്ടൊക്കെയാണല്ലേ എന്ന് അമ്മ മോളോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ അതേന്ന് പറഞ്ഞു. എനിക്കും ഇല്ലേ അമ്മേ മോഹങ്ങളെന്ന് ജാനകി അമ്മയോട് ചോദിക്കും കേട്ടോ. പിന്നെ എൻ്റെ പൊന്നുവിന് ചോറ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പം ഓർത്ത് പോകുമെന്ന് ജാനകി ഇങ്ങനെ അമ്മയോട് പറയണം. അങ്ങനെ താൻ അനുഭവിച്ചത് ആയുർവേദവും ഇല്ലാതെ കിടന്ന അതൊക്കെ പറയുക. അതിന് അമ്മ ആ സമയം എൻ്റെ മോളുടെ കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞു. ഇപ്പം എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താണെന്നൊക്കെ ജാനകി അമ്മയോട് ചോദിക്കുക. നീ എന്നെ അമ്മ പതുക്കെ ഒന്ന് നടത്തിക്കാവോ എന്ന് ചോദിച്ചു. അതിനൊന്നും സമയമായിട്ടില്ല മോളെ, നീ ഇനി എത്രയൊക്കെ വാശി പിടിച്ചാലും അമ്മ അതിന് കൂട്ട് നിൽക്കില്ല എന്ന് അമ്മ പറയാം. അപ്പോഴത്തേക്കും ജാനകിക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കുറവ്. അങ്ങനെ ജാനകി കുശും പൊത്തിയിരിക്കുന്നു. അപ്പോൾ എന്നെ അമ്മ നടത്തിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ചുമ്മാ ശാഠ്യം പിടിച്ചാലുണ്ടല്ലോ നല്ല വീക്ക് വെച്ച് തരുമെന്ന് അമ്മ മോളോട് പറയാം. അത് കേട്ടപ്പോൾ ജാനകി ചിരിച്ചു. അങ്ങനെ അമ്മയും മോളും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട്. ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു. കൊള്ളാലോ, നിവർന്നിരിക്കാനും തുടങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്യാനാ ഡോക്ടർ, കുട്ടികളെ പോലെ ശാഠ്യം പിടിക്കുകയാണെന്ന് അമ്മ ഡോക്ടറോട് പറഞ്ഞു. ഇപ്പം നിവർന്നിരിക്കാനൊന്നും പാടില്ല, ഭക്ഷണം കഴിച്ച് മെഡിസിനും കഴിച്ചിട്ട് കിടന്നോളണം കേട്ടോ എന്ന് ഡോക്ടർ ജാനകിയോട് പറഞ്ഞു. ഞാനൊന്ന് നടന്നു നോക്കിയ പ്രശ്നമുണ്ടോ മേഡം ചോദിക്കുമ്പോൾ നടക്കാനോ
ജാനകി എവിടെ നിന്നാ ഇവിടെ എത്തിയതെന്നാ ഇനിയും അറിയില്ലേന്ന് ചോദിച്ചു ഡോക്ടർ അന്നേരം ജാനകിയോട്. എത്ര നേരം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കിടക്കുന്നേ. അപ്പം അതിനല്ലേ സാധാരണ നേരവും അമ്മ അരികിൽ തന്നെ ഇരിക്കുന്നത് ജാനകി? താനെന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ എന്ന് ഡോക്ടർ ചോദിച്ചു. ഞാൻ ബാലഗോപാൽ സാറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, വീൽ ചെയർ ഉപയോഗിക്കാൻ പറഞ്ഞാൽ ജാനകിക്ക് അല്പം നേരം പുറത്തേക്കൊക്കെ ഒന്ന് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു മാഡം എന്ന് പറഞ്ഞ് ജാനകി വലിയ ഹാപ്പിയായി. അബി എവിടെ പോയതാ? അത് പിന്നെ ആരെയും കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് ഡോക്ടറോട് പറഞ്ഞു. എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ച് മെഡിസിനൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ, ഒത്തിരി നേരം ഇരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഡോക്ടർ പോയി. അമ്മ പിന്നെ നമ്മുടെ ജാനകിക്ക് കഞ്ഞി കോരി കൊടുക്കുന്നു. അങ്ങനെ ഡോക്ടർ അങ്ങനെയൊക്കെ പറയും, അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ മോളുടെ കൂടെ തന്നെ ഇല്ലേന്ന് അമ്മ അന്നേരം ജാനകിയോട് ചോദിച്ചു. എൻ്റെ മോൾ ഓരോന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ ഓരോന്നും അറിയുന്നതെന്നൊക്കെ പറയാം. അതും പറഞ്ഞ് കരഞ്ഞു. എൻ്റെ മോളുടെ ജീവിതത്തിൽ അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞു. അയ്യേ, അമ്മ കരയുവാണോ? അമ്മ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ജാനകി അന്നേരം ചോദിച്ചു കേട്ടോ. ദേ, അമ്മയുടെ ജീവിതത്തിൽ സങ്കടപ്പെടാനുള്ള അവസരങ്ങളെല്ലാം കഴിഞ്ഞതാ. അതുകൊണ്ടേ ഒന്ന് ചിരി മാത്രം മതി കേട്ടോ എന്നും പറഞ്ഞു മോൾ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു. അമ്മ ചിരിക്കുന്നില്ല, അമ്മ ചിരിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടമാവട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പൊട്ടിച്ചിരിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടെ ചിരിയായിട്ട് അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അബിയും അതുപോലെ ഇന്ദ്രജയും കൂടെ കാണുക കേട്ടോ. അപ്പോൾ ജാനകിയുടെ കാര്യത്തിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ വലിയ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം എന്നോട് ജാനകി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെന്നും നകുലന് മാറ്റം ഉണ്ടായി, ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഇന്ദ്രജ എന്നോട് വന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുക. അബി, ഞാനായിട്ട് നിങ്ങൾക്കിടയിലേക്ക് വരുന്നില്ലല്ലോ, പിന്നെ നിങ്ങളൊക്കെ എന്തിനാ എന്നോട് വന്ന് ഇതൊക്കെ കുമ്പസരിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ജീവിച്ചോട്ടെ, എൻ്റെ വഴിക്ക് വരാതിരുന്നാൽ മാത്രം മതിയെന്ന് അബി ഇങ്ങനെ പറയുമ്പം അതൊരിക്കലും ഉണ്ടാവില്ല അഭിരാമെന്ന് ഇന്ദ്രജ അബിയോട് പറഞ്ഞു. ജാനകി ഇപ്പോൾ നോർമൽ സ്റ്റേജിലൊക്കെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അബി ഒന്നും ഇങ്ങനെ നോക്കിയിട്ടോ. കാരണം അബി പറയാതെ വെച്ചിരുന്ന കാര്യമാണ്. ഞാൻ ഒരിക്കൽ ജാനകിയെ കണ്ടു എന്നുള്ളതല്ലാതെ അവളോട് മിണ്ടാൻ നകുലൻ പോകുമോ എന്നൊന്ന് ചോദിച്ചു നോക്കാൻ ഇന്ദ്രജ അബിയോട് ചോദിക്കുക. അബി ഒന്നും മിണ്ടുന്നില്ല, ദേഷ്യപ്പെട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. കഴിഞ്ഞ 2 വർഷമായി ഡയറക്റ്റ് ബോർഡിൻ്റെ ആവശ്യമാണ് നല്ല ലാഭത്തിൽ പോയ ബിസിനസ് വീണ്ടും നാട്ടിൽ ചെയ്യണം എന്നുള്ളത്. അതിനുള്ള സാഹചര്യം ഒത്തു വന്നപ്പോഴാണ് നകുലിനെ ഇങ്ങോട്ടേക്ക് അയച്ചതെന്നും അതിനിടയിലാണ് 7 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചു പോയ ജാനകി ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നതും പിന്നീടുണ്ടായ അനാവശ്യ സംസാരങ്ങളും എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഇന്ദ്രജ നേരം പറഞ്ഞു. ഇതൊക്കെ കേട്ട് അബി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നു. ഇന്ദ്രജാണെ എന്തോ ഒരു കാര്യം ഇട്ടങ്ങ് കൊടുക്കുവാണ് അബിക്ക്. അപ്പോൾ ഇന്ദ്രജ പറയുന്നത് സംസാരം അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഇവരാണ് ചെന്ന് കയറിയെന്നാണ്. അതായത് അബിയും ജാനകിയും കൂടി. ഇതിനിടയിൽ തേർഡ് പാർട്ടിക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നും പറയാം. അത് നിങ്ങളുടെ ചിന്താഗതിയല്ലേ? നകുലൻ്റെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികൾ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ അതോ അറിയാത്തതായിട്ട് നിങ്ങൾ ഭാവിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് നകുലൻ അപകടകാരിയായ ഒരു സൈക്കോ ആണെന്നാണ് എന്നിങ്ങനെ അബി പറയുമ്പോഴത്തേക്കും സൈക്കോ നല്ല വിശേഷണമാണല്ലോ. ആരാണ് അഭിരാം സൈക്കോ അല്ലാത്തത്? പക്ഷേ ആഗ്രഹിച്ചതൊന്നും ഇല്ലാതാക്കി കളയാനുള്ള ആ ഒരു മനസ്സ് അവൻ പരീക്ഷണങ്ങൾ നേരിട്ട കാലത്ത് പോലും ഉണ്ടായിട്ടില്ല എന്ന് ഇന്ദ്രജ പറയുക. വിലപ്പെട്ടതായി തോന്നി എന്തിനേയും ഷോക്കേസിൽ വെച്ച് കാണുന്ന ഒരു മനോഭാവം അവനുണ്ടായിരുന്നു. അതാണ് അവന് ജാനകിയെ നഷ്ടമാകാനും കാരണമെന്ന് പറഞ്ഞു. പുഴ കടലിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ ജാനകി അഭിരാമിലേക്ക് ഒഴുകിയെത്തി. ജാനകി ഞങ്ങൾക്ക് ഒരു വിഷയമേ അല്ല എന്ന് പറയുമ്പോൾ അബി ചോദിച്ചു, ഇന്ദ്രജ എന്നെ കാണാൻ വിളിച്ചതിൻ്റെ ഉദ്ദേശം പറഞ്ഞാൽ നമുക്ക് ഈ സംസാരം ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു എന്ന്. അഭിരാം നകുലൻ്റെ നേരെ നടത്തിയ ഭീഷണി തന്നെയാണെന്ന് ഇന്ദ്രജ അബിയോട് പറയുക. അതെൻ്റെ സമാധാനം കെടുത്തിക്കളഞ്ഞുവെന്നും പിന്നെ കൊന്നു കളയുമെന്നൊരർത്ഥവും അതിനുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അബി ഒന്ന് ചിരിച്ചു. എൻ്റെ വഴിക്ക് വന്നാൽ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ മാത്രം മതിയല്ലോ അതൊക്കെ ചെയ്യാൻ എന്ന് ഇന്ദ്രജ. പുറത്തും ചിലതൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് ഇന്ദ്രജ അന്നേരം പറഞ്ഞു. അതായത് അബിയെ കൊള്ളിച്ച് ഒരു CIയുടെ മരണത്തെപ്പറ്റി അടുത്ത ഊഴം തമ്പിയാണെന്നും കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ കൊടുക്കാൻ അവസരം കാത്തിരിക്കുന്നവർക്കും അത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് അബി അന്നേരം തിരിച്ച് ഇന്ദ്രജയോട് ചോദ്യം. ഇന്ദ്രജ എല്ലാം അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ഇന്ദ്രജ ഒന്ന് ചിരിച്ചു. അപ്പോൾ അബി ഒന്നും വിട്ടുകൊടുത്തില്ല. എന്തായാലും അബിയുടെയോ ജാനകിയുടെ ജീവിതത്തിൽ ഇനിയൊരു പ്രശ്നം നകുലൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് ഇന്ദ്രജ ഉറപ്പ് കൊടുക്കുകയാണ് അബിക്ക്. ഞാനത് ഉറപ്പ് തരുക. ഞങ്ങൾക്കാകെയുള്ള ഒരു അനന്തരാവകാശി അവനാണെന്നും ഒരു മുഴം കയറിൽ അവൻ തൂങ്ങി ആടുന്നത് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്ന കാര്യങ്ങളും ഇന്ദ്രജ അബിയോട് പറയുന്നു. അങ്ങനെ അബിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അബിയെ ഇതാക്കി നിർത്തിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.